ആകാശത്തിൻ്റെ അതിരുകളില്ലാത്ത അനന്തമായ നീലിമയിൽ മനുഷ്യൻ്റെ ദൃഷ്ടി പതിയുന്നതിന് മുൻപേ തന്നെ സൂര്യൻ അവിടെ നിലകൊണ്ടിരുന്നു. നമ്മുടെ മുഴുവൻ സൗരയൂഥത്തിന് ജീവനും ചലനവും നൽകുന്ന അത്യന്തം ശ്രേഷ്ഠമായ ഒരു പ്രകൃതി ചക്രം. കോടിക്കണക്കിന് വർഷങ്ങളോളമായി പരന്ന പ്രകാശ സമുദ്രത്തിൽ നിന്നും ഭൂമിക്ക് ഊർജം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു ദിവസം നാസയിലെ ശാസ്ത്രജ്ഞന്മാരെ ഞെട്ടിച്ച ഒരു ദൃശ്യം തെളിഞ്ഞു. സൂര്യൻ്റെ ഉപരിതലത്തിൽ വിസ്മയിപ്പിക്കുന്ന അത്രത്തോളം വലിപ്പമുള്ള ഒരു ഭീമാകാരമായ കറുത്ത ദ്വാരം, അതിവേഗതയിൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വിചിത്ര മേഖല. സൂര്യൻ്റെ അതിരുകളിലൂടെ ഒഴുകുന്ന പ്ലാസ്മയുടെ ശാന്തതയെ തകർക്കുന്ന ഈ വലിയ മാറ്റം ശാസ്ത്രജ്ഞരെ പുതിയ ഭീഷണിയുടെ വക്കിൽ വരെ എത്തിച്ചു. കാരണം സൂര്യൻ്റെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഇത്തരം അസ്വാഭാവിക മാറ്റങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്ന ഭീമാകാരമായ സൂര്യക്ഷോഭങ്ങൾക്ക് കാരണമാകാമെന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നു. പുതിയതായി കണ്ടെത്തിയ ഈ പ്രദേശത്ത് നിന്നും ഭൂമിയിലേക്കുള്ള ചാർജ് ചെയ്ത കണങ്ങളുടെ അടിക്കടിയുള്ള ആക്രമണം നമ്മുടെ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ, പവർ ഗ്രിഡുകൾ എന്നിവയ്ക്കെല്ലാം അത്യന്തം അപകടകരമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. പക്ഷേ ഈ കറുത്ത ദ്വാരം യഥാർത്ഥത്തിൽ എന്താണ്? എങ്ങനെയാണ് ഇത് ഉത്ഭവിച്ചത്? എന്തിനാണ് ശാസ്ത്രജ്ഞന്മാർ ഇതിനെ ഇത്ര വലിയ ഭീഷണിയായി കാണുന്നത്? ഈ വിചിത്രമായ പ്രതിഭാസത്തിന് എങ്ങനെയായിരിക്കും നമ്മുടെ ഭൂമിയിലെ ജീവന്റെ നൂറ്റാണ്ടുകളായുള്ള ക്രമത്തെ തന്നെ തകർക്കാനാവുക? സൂര്യൻ നമ്മുടെ സൗരയൂഥത്തിൻ്റെ അതിസമ്പന്നമായ ശക്തി കേന്ദ്രം. നമുക്ക് നിരന്തരം വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഭീമാകാരമായ മോളിക്കുലാർ ക്ലൗഡിൻ്റെ തകർച്ചയിൽ നിന്നും ജനിച്ചത്. വലിയ വസ്തുസംഖ്യ ആ മേഖലയുടെ മധ്യത്തിൽ അടിഞ്ഞുകൂടിയപ്പോൾ ഭൗതിക നിയമങ്ങൾ അവയെയെല്ലാം ഒരു അത്യന്തം ചൂടുള്ള പ്ലാസ്മാ ഗോളമായ സൂര്യനാക്കി മാറ്റി. അതിൻ്റെ കോറിൽ ആരംഭിച്ച ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന മനുഷ്യബുദ്ധിക്ക് അതീതമായ ആണവ പ്രവർത്തനം ഇന്നുവരെ സൂര്യനെ ജീവനോടെ നിലനിർത്തി. ഭാവിയിൽ സൂര്യൻ വലുതാകാൻ തുടങ്ങും. മെർക്കുറി, വീനസ് എന്നിവയുടെ ഭ്രമണപഥങ്ങളെപ്പോലും വിഴുങ്ങുന്ന അത്രത്തോളം വിസ്തൃതിയിൽ വളരുകയും ചെയ്യും. ഒരു ദിവസം ഭൂമി ജീവൻ അസാധ്യമായി മാറും. പക്ഷേ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് ഇനിയും 5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് സൂര്യൻ്റെ പ്രവർത്തനങ്ങളെ അമിത വേഗതയിലാക്കുന്ന ഒരു അപ്രതീക്ഷിത സംഭവവും ഉണ്ടായിട്ടില്ലെങ്കിൽ 5 ബില്യൺ വർഷങ്ങൾക്ക് ശേഷമാണ് സൂര്യൻ റെഡ് ജെയിൻ്റായി മാറുന്നത്. നാസയുടെ സോളാർ ഡൈനാമിക് ഒബ്സർവേറ്ററി എന്ന SDO ഉപഗ്രഹം സൂര്യനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അത്ഭുതകരമായ കാഴ്ച കാണുന്നത്. സൂര്യൻ്റെ ഉപരിതലത്തിൽ ഭൂമിയേക്കാളും 50 മടങ്ങോളം വലിപ്പമുള്ള ഒരു വലിയ കറുത്ത മേഖല. ഒരിക്കലും ഇത്രയും വലുത് കണ്ടിട്ടേയില്ല. അതിനെ കറുത്ത ദ്വാരം എന്ന് വിളിച്ചാലും അത് യഥാർത്ഥത്തിൽ ഒരു ദ്വാരമല്ല. അത് സൂര്യൻ്റെ കൊറോണയിൽ രൂപപ്പെട്ട ഒരു കൊറോണൽ ഹോളാണ്. സൂര്യൻ്റെ ചുറ്റുമുള്ള അതിവേഗ പ്ലാസ്മയുടെ സമുദ്രത്തിൽ താപനില വളരെ കുറവുള്ള, മാഗ്നറ്റിക് ഫീൽഡ് തകരുന്ന, ഊർജം കുറഞ്ഞ, വിചിത്രവും അപകടകരവുമായ ഒരു മേഖലയാണിത്. എക്സ്റേ, അൾട്രാവയലറ്റ് ചിത്രങ്ങളിൽ ഇവ പിച്ച് ബ്ലാക്കായി പ്രത്യക്ഷപ്പെടും. ഈ കൊറോണൽ ഹോളുകൾ സാധാരണയായി സൂര്യൻ്റെ 11 വർഷക്കാലത്തെ സൈക്കിളിൽ സോളാർ മിനിമം സമയത്ത് കൂടുതലായിരിക്കും കണ്ടുവരിക. പക്ഷേ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സൗര മാക്സിമത്തിലേക്ക് കടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വലിയൊരു കൊറോണൽ ഹോൾ രൂപപ്പെടുന്നത് അത്യന്തം അസാധാരണമാണെന്നും അതിനാൽ ഇത് കൂടുതൽ അപകടകരമാണ് എന്നുമാണ്. കാരണം ഈ ഇരുണ്ട മേഖലയിൽ നിന്നും പുറത്തേക്ക് വരുന്ന സൂര്യകണങ്ങൾ അത്യന്തം വേഗതയിലായിരിക്കും സഞ്ചരിക്കുക. സാധാരണ കണങ്ങളിൽ നിന്നും ഇരട്ടിയിലും അധികം വേഗതയിൽ. ഈ ഉയർന്ന വേഗതയിലുള്ള സോളാർ വിൻഡുകൾ ഭൂമിയിലെ മാഗ്നറ്റിക് ഫീൽഡിനെ അടിച്ച് നേരെ തകർത്ത് കളയും. ഇതിൻ്റെ ഫലമായി GPS സിസ്റ്റങ്ങൾ തെറ്റായി പ്രവർത്തിക്കാൻ തുടങ്ങും. റേഡിയോ, റഡാർ കമ്മ്യൂണിക്കേഷനുകളെല്ലാം നിലച്ചുപോകും. വിമാനങ്ങളുടെ പാതകൾ തെറ്റും. പവർ സ്റ്റേഷനുകളുടെ സർക്യൂട്ടുകൾ കത്തിപ്പോകും. ഉപഗ്രഹങ്ങൾ നിയന്ത്രണം വിട്ട് ഭൂമിയിലേക്ക് തിരികെ വീഴും. ഈ ജിയോമാഗ്നറ്റിക് സ്റ്റോമുകളുടെ പ്രഭാവം മൃഗലോകത്തെയും ബാധിക്കും. ഹോമിംഗ് പിഞ്ചൻസ് വഴിതെറ്റും. തിമിംഗലങ്ങളെല്ലാം തീരത്ത് കൂട്ടമായി അടിഞ്ഞുകൂടാൻ തുടങ്ങും. ഇതെല്ലാം വെറുമൊരു കൊറോണൽ ഹോളിൻ്റെ മാത്രം പ്രതിഫലനങ്ങളാണ്. ഈ വർഷം മുതൽ ഭീകരമായ സൗരക്ഷോഭങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് NOAA മുന്നറിയിപ്പ് തരുന്നത്.
NOAAയിലെ സ്പേസ് വെതർ പ്രഡിക്ഷൻ സെൻറ്ററിലെ വിദഗ്ധർ പറയുന്നത്, കഴിഞ്ഞ വർഷങ്ങളിൽ സൂര്യൻ സജീവമല്ലെന്ന് തോന്നിപ്പോയെങ്കിലും ഇപ്പോൾ സൂര്യൻ സോളാർ മാക്സിമത്തിലേക്ക് അമിത വേഗതയിൽ കടക്കുകയാണ്. അതായത് കൂടുതൽ ശക്തമായ സൗരക്ഷോഭങ്ങളും കൂടുതൽ വലിയ കൊറോണൽ ഹോളുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള അന്തരീക്ഷം വരെ ചൂട് കൂട്ടുന്ന ഈ കൊടുങ്കാറ്റുകൾ നമ്മുടെ സാങ്കേതിക സമ്പ്രദായങ്ങളെയെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ തന്നെ തകർത്ത് കളയും. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു യന്ത്രം സൂര്യൻ്റെ അന്തരീക്ഷത്തിനുള്ളിലേക്ക് കടന്നതും അവിടെ നിന്ന് കണങ്ങളും മാഗ്നറ്റിക് വിവരങ്ങളും ശേഖരിച്ചതും പാർക്കർ സോളാർ പ്രോബാണ്. 2018 വിക്ഷേപിച്ച ഈ പാർക്കർ സോളാർ പ്രോബ് അത്യന്തം ചൂടും വികിരണങ്ങളും സഹിക്കുവാൻ പാകത്തിന് നിർമ്മിക്കപ്പെട്ടതാണ്. സൂര്യനോട് അയഞ്ഞു പിടിച്ചു കിടക്കുന്ന ഈ പ്രോബ് മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത സൂര്യൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളെ ഓരോന്നായി തുറന്നു തരികയാണ്. സൂര്യൻ്റെ അന്തരീക്ഷം എവിടെയാണ് അവസാനിക്കുന്നത് എന്നത് പതിറ്റാണ്ടുകളോളമായി ശാസ്ത്രലോകത്തെ കുഴയ്ക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു. ആൽഫ ആൻഡ് ക്രിട്ടിക്കൽ സർഫസ് കടന്നു കഴിഞ്ഞാൽ സൂര്യകണങ്ങൾ സൂര്യനിലേക്ക് ഒരിക്കലും തിരിച്ചെത്തുകയില്ല. പാർക്കർ പ്രോബ് ഇതിൻ്റെ അതിരിന് 14.97 സൂര്യ റേഡിയസിൽ എത്തിയപ്പോഴേക്കായിരുന്നു ചരിത്രം സൃഷ്ടിക്കപ്പെട്ടത്. അത് സൂര്യൻ്റെ അന്തരീക്ഷത്തിനുള്ളിലേക്ക് കടന്നു. മനുഷ്യൻ ആദ്യമായി സൂര്യൻ്റെ കൊറോണ തൊട്ട നിമിഷം. അവിടേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സ്യൂഡോ സ്ട്രീമേഴ്സ് എന്ന വിചിത്രമായ പ്ലാസ്മ തരികൾ അതിനെ ചുറ്റിയെടുത്തു. കണങ്ങൾ മന്ദഗതിയിലായി. മാഗ്നറ്റിക് ഫീൽഡുകൾ അതിവേഗ കണങ്ങളെ തടയുവാൻ തുടങ്ങി. പ്രോബിന് ചുറ്റിലും എല്ലാം മാറി മറിഞ്ഞു. സോളാർ വിൻഡിൽ സിക്സാങ് ആകൃതിയിലുണ്ടാകുന്ന ഈ സ്വിച്ച് ബാക്കേഴ്സ് ശാസ്ത്രലോകത്തെ മുഴുവൻ അതിശയിപ്പിച്ചു. ഇവയുടെ ഉറവിടം എവിടെയായിരിക്കും? സൂര്യൻ്റെ ഉപരിതലത്തിൽ തന്നെ ആയിരിക്കുമോ? പാർക്കർ പ്രോബ് ലഭിച്ച പുതിയ ഡേറ്റകൾ വ്യക്തമാക്കുന്നത് സ്വിച്ച് ബാക്സ് രൂപം കൊണ്ടിരിക്കുന്നത് സൂര്യൻ്റെ ഫോട്ടോസ്ഫിയറിലാണെന്നാണ്. അവ അവിടെ നിന്നും വീണ്ടും കൊറോണയിലേക്ക് ഉയരുന്നു. സോളാർ വിൻഡിൻ്റെ മുഖ്യ ഘടകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ സ്വിച്ച് ബാക്കേഴ്സിൻ്റെ രഹസ്യം പരിഹരിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ കൊറോണ എങ്ങനെയാണ് മില്യൺ ഡിഗ്രി ചൂടാകുന്നത് എന്ന ദീർഘകാലമായ സംശയങ്ങൾക്ക് പരിഹാരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാർക്കർ സോളാർ പ്രോബ് ദിവസങ്ങൾ കഴിയുന്തോറും സൂര്യനോട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. 8.86 റേഡിയസ് വരെ അടുക്കും. ഓരോ പറക്കലും സൂര്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള മൂല്യമേറിയ അറിവുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത കാലഘട്ടങ്ങളിൽ കൂടുതൽ ശക്തമായ സ്പേസ് വെതർ സംഭവങ്ങൾ ഭൂമിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉപഗ്രഹങ്ങളെയും പവർ ഗ്രിഡുകളെയും തകർക്കുന്ന കാരിങ്ടൺ ലെവൽ സോളാർ സ്റ്റോം വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. നമ്മുടെ ആകാശഗംഗയിലെ ഏറ്റവും പ്രഭാവശാലിയായ ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം ഇന്നും പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. നാസയുടെ പാർക്കർ പ്രോബ് നൽകുന്ന ഈ പുതിയ കണ്ടെത്തലുകൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രീയ അന്വേഷണങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ നമ്മെ ജീവിപ്പിക്കുന്നു, എന്നാൽ അതേസമയം നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങളെയെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ തകർക്കാൻ ശക്തിയുള്ള ഒരു ഭീമൻ ശക്തി കേന്ദ്രവുമാണ്. സൂര്യനെ മനസ്സിലാക്കുവാൻ, സൂര്യൻ്റെ സ്വഭാവത്തെപ്പറ്റി പഠിക്കുവാൻ, സൂര്യൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുവാനുള്ള മനുഷ്യൻ്റെ ശ്രമം ഇപ്പോഴും പൂർണ്ണതയിലെത്തിയിട്ടേയില്ല. ബില്യൺ വർഷങ്ങളോളമായി നമ്മുടെ ആകാശത്തു നിന്ന് ശാന്തമായി പ്രകാശം പകർന്നുകൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സൂര്യൻ വെറുമൊരു നക്ഷത്രമല്ല, ഒരിക്കലും കണക്കാക്കാനാവാത്ത ശക്തിയുടെ പ്രതീകമാണ്. ഒരു ദിവസം സൂര്യൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം പോലും നമ്മുടെ ഭൂമിയിലെ സാങ്കേതിക ഹൃദയങ്ങളെ മുഴുവൻ തകർക്കാൻ മതിയാകുന്നതാണ്. നാസയുടെ പാർക്കർ സോളാർ പ്രോബ് സൂര്യൻ്റെ കൊറോണ തൊട്ട ആദ്യ യാത്രയായപ്പോൾ മനുഷ്യർക്ക് ഒരു സത്യം വീണ്ടും മനസ്സിലായി. നാം ഇപ്പോഴും സൂര്യനെക്കുറിച്ച് അറിയുന്നത് അറിയാത്തതിൻ്റെ തിരമാലയിലെ ഒരു ചെറിയ തുള്ളി മാത്രമാണ്. ഇന്ന് കണ്ട ഭീമാകാരമായ കൊറോണൽ ഹോളുകളോ അതിലൂടെ പുറത്തു വരുന്ന സൂപ്പർ ഫാസ്റ്റ് സോളാർ വിൻഡുകളോ നാളെ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് ആരും അറിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, സൂര്യൻ്റെ കഥ ഇപ്പോൾ മാത്രമാണ് തുടങ്ങുന്നത്. ഭാവിയിലെ കണ്ടെത്തലുകൾ നമ്മെ അത്ഭുതപ്പെടുത്താനും ഭീതിപ്പെടുത്താനും മനുഷ്യശാസ്ത്രത്തിൻ്റെ അതിർവരമ്പുകൾ പുതുക്കാനും പോകുന്നതായിരിക്കും. അനന്തമായ ഈ പ്രകാശ സമുദ്രത്തിലേക്ക് നമ്മൾ യാത്ര നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഓരോ കണത്തിലും ഓരോ തിളക്കത്തിലും ഒരിക്കൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു വസ്തുത മറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ രക്ഷകനും ഒരേ ആൾ തന്നെയാണ്.
ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.